4 വരെ മദ്രസ പോയി, 5 വരെ മദ്രസ പോയി, പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് SSLC വരാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മദ്രസ ഒക്കെ നിർത്തി. അങ്ങനെയാണ്. അല്ലാഹ് 7 എത്തുമ്പോഴേക്ക് നിർത്തി. എന്താ കാര്യം? ഓ ഇനി SSLC വരില്ലേ. നമ്മൾ ഇവർ പറയണ കേട്ടാ തോന്നും പിന്നെ മുതൽ ഫുള്ളാ കുട്ടി പഠനം തന്നെയാണ് പഠനം എന്ന്. അല്ലല്ല, എല്ലാ കളിയും കാണണം, എല്ലാ രീതിയിലുള്ള മൊബൈൽ ഉപയോഗവും നടത്തണം, എത്രയോ ഗെയിം ഡെയിലി കളിച്ചുകൊണ്ടിരിക്കണം, സിനിമ കാണണം, നാടകം കാണണം, ടൂറിന് പോകണം, എല്ലാവിധ കളിയും കളിക്കണം. SSLC വരുന്നു എന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂറുള്ള മദ്രസ നിർത്തുകയും ചെയ്തു. അങ്ങനെ ചില തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. SSLCയിൽ 10 A+ഉം അതോടൊപ്പം മദ്രസിന്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ ടോപ്പ് പ്ലസും നേടി എത്ര കുട്ടിയുണ്ട് കേരളത്തിൽ? നമ്മുടെ തലച്ചോറിനെ പറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? 2 കോടി ബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ മൊത്തം ഇൽമ് ഈ തലന്റെ ഉള്ളിലുള്ള ചോറ് കയറി നിൽക്കുന്നതാണ്. എത്ര ശതമാനം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയത്? SSLC ഉണ്ട് എന്ന് കരുതിയിട്ട് ഉസ്താദ്മാര് ഇത്തിരിയൊക്കെ തന്നെ പഠിപ്പിക്കുള്ളൂ. എന്നാലും ആ 1/4 മണിക്കൂർ അവിടെ നിന്നാൽ നമ്മുടെ കുട്ടി ലിബറലിസ്റ്റ് ആവാതെ രക്ഷപ്പെടും. നമ്മുടെ കുട്ടി പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന് പെണ്ണായി ജീവിക്കും. നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടേണ്ടത് എന്ന് പഠിക്കും. ഒരിക്കലും അവൻ മദ്യപാനിയാകില്ല. ഒരിക്കലും അവൻ ഉമ്മയെ അറുക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് വലിയ കത്തി കടം വാങ്ങിച്ചു കൊണ്ടുവരില്ല.